പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഏക വ്യക്തി ദൈവപുത്രനായ ഈശോ മാത്രമാണ്. അപ്പസ്തോലർ, യഹൂദർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കർത്താവോടുകൂടി ജീവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ പ്രാർത്ഥനാ ബോധ്യങ്ങൾ, ശൈലി മാറണമെന്ന്. അവർ ചോദിച്ചു, ഈശോ പഠിപ്പിച്ചു. പിതാവേ എന്ന് മാത്രമല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥനയുടെ മൂല്യം വാക്കുകളുടെ ധാരാളിത്തത്തിലല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്താൽ രൂപപ്പെട്ട ആന്തരിക മനോഭാവത്തിലാണ്, അടിയുറച്ച ദൈവവിശ്വാസത്തിലാണ് എന്ന് യെശയ്യാ 45-ാം അധ്യായത്തിൽ കർത്താവ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനും ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. സ്രഷ്ടാവായ ദൈവത്തെ പിതാവും സ്നേഹിതനുമായി അനുഭവിച്ച് നമ്മെ പൂർണ്ണതയിൽ സ്നേഹിക്കുന്ന, നമ്മെ കാത്തിരിക്കുന്ന പിതാവിലേക്ക് ഹൃദയവും മനസ്സും ഉയർത്തുകയാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായും സമർപ്പിക്കുന്നതാണ്, വിട്ടുകൊടുക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് ഈശോ. 64-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ: കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. ദൈവമക്കളെ, മനുഷ്യകുലത്തിനൊരു പിതാവേ ഉള്ളുവെന്ന് ആ സത്യം ഉൾക്കൊണ്ട് സ്നേഹ ഐക്യത്തിൽ അവൻ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുക എന്ന്, കർത്താവിൻ്റെ പരിശുദ്ധ നാമം പൂജിതമാകുക എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 143:11. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.